കണ്ടോ, പീച്ചിൻ്റെ തോട്ടമാണ്. നല്ല പൂത്തുലഞ്ഞ് പൂവ്. ഇതിൻ്റെ ഇപ്പോഴത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലെ പൂ കളയുന്ന പരിപാടിയാണ്. പീച്ചെല്ലാം ഇലയെല്ലാം പോയിട്ട് ഇപ്പോൾ വെറും പൂ മാത്രമേ ഉള്ളൂ. കംപ്ലീറ്റ് ഇലയും പോയി, മരത്തിൽ ഇപ്പോൾ ഒരു ഇല പോലും ഇല്ല. ഇതിപ്പോൾ ഇങ്ങനെ അടുത്തടുത്തല്ല നിൽക്കുന്നത്, ഈ അടുത്തടുത്ത് നിൽക്കുന്നതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ അടത്തി പൂ കളയും. ഇത് നമ്മുടെ ആപ്പിൾ പോലെ വലിയ കായാകുന്നതാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ ഇങ്ങനെ പൂവെല്ലാം കളഞ്ഞിട്ട് എങ്ങനെ വെക്കുന്നു കാണില്ല. ഇതാണ് ഇന്നത്തെ വർക്ക്. കറക്റ്റ് ഫെബ്രുവരി 1-ാം തീയതി ഉള്ള വർക്ക് ഇതാണ്. ഈ കമ്പയിൽ നമ്മൾ നിർത്തിയേക്കുന്ന പൂ കണ്ടോ, വെറും 3 പൂവാണ് ഇപ്പോൾ ഈ കമ്പയിൽ നിർത്തിയേക്കുന്നത്. ഈ കമ്പയിൽ നിർത്തിയേക്കുന്ന 3 പൂവാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ പൂ നിൽക്കുന്നുണ്ടോ, ഈ പൂവൊക്കെ അങ്ങനെ കളയണം. വലിയ കമ്പാണെങ്കിൽ ഒരു 4 പൂവൊക്കെ നിർത്തും, 4-5 എണ്ണൊക്കെ ആ കമ്പനി അനുസരിച്ച്. ഇതിപ്പോൾ ചെറിയ കമ്പായതുകൊണ്ട് 3 പൂ നിർത്തി. വലിയ കമ്പാണെങ്കിൽ 4-5 നിർത്തും. നമ്മളിപ്പോൾ കളഞ്ഞവരല്ല പൂ കളയുന്നത്. അപ്പോൾ പൂ എങ്ങനെ നമ്മൾ കളയുന്നത് എങ്ങനെയാ വെച്ചാൽ, ഉണ്ടെങ്കിൽ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഇതാ ഇങ്ങനെ. എത്ര പൂവുണ്ട്? ഉള്ള പൂവുണ്ടാവും. ഇവിടെ ഒരു പൂവുണ്ട്, ഇവിടെ ഒരു പൂവുണ്ട്, ഇവിടെ ഒരു പൂവുണ്ട്. ഇനി വേണമെങ്കിൽ ആവും. പിന്നെ കൂടുതൽ പോയാൽ കുഴപ്പമില്ല. ഇനി ഇവിടെയൊക്കെ ഇനി വരും, വന്നില്ലെങ്കിൽ പോകും, ആവാം വില. ഇതിപ്പോൾ നമ്മൾ പൂ കളഞ്ഞ സ്ഥലം കിടക്കുന്നുണ്ടോ, എന്നാലോ തിരിയും. അവിടെ വരെ ഇപ്പോൾ പൂ കളഞ്ഞാണ്. ഇപ്പം 10 മിനിറ്റ് റെസ്റ്റാണ്. സമയം ഇപ്പോൾ ഇവിടെ 10 മണി കഴിഞ്ഞു, 10:05 എന്ന് പറഞ്ഞാൽ നാട്ടിലിപ്പം 1:36 സമയമായി. ഒന്നാമത് ഇപ്പോൾ ഇവിടെ 10:06, നാട്ടിൽ 1:36, 3.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇവിടം വരെ നമ്മൾ പൂ കളഞ്ഞാണ്. ഈ പൂ കളഞ്ഞ മരങ്ങളും പൂ കളയാത്ത മരങ്ങളും കൊണ്ട്, ഇതാണ് പൂ കളയാത്ത മരവും ഇങ്ങോട്ട് പൂ കളഞ്ഞ മരവും. അതിൻ്റെ വ്യത്യാസം കൊണ്ട് നമ്മൾ 10-14 പേരുണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഒരു ലൈനിൽ 2 പേര് വെച്ച് 10-14 പേര് ചെയ്യുന്നുണ്ട്. ഉണ്ട് ഒരു 300-400 മീറ്ററോളം നീളത്തിൽ കിടക്കുകയാണ് ഒരു ലൈന്. ഒരു ലൈൻ ചിലപ്പോൾ ഒരു ദിവസം തീരുമല്ലായിരിക്കും, ഒരു ലൈൻ തീരാൻ ചാൻസ് കുറവാണ്. ഇന്ന് ഇത് ഈ പണിയാണെങ്കിൽ നാളെ വേറെ വർക്കായിരിക്കും. പറയാൻ പറ്റില്ല, നാളെ എന്താ വർക്കെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇതിങ്ങനെ കാണുമ്പോൾ എന്ത് മനോഹരമാണത്. പിന്നെ ഇപ്പം അമേരിക്കയും ഇറാനും ഇവർക്കായിട്ടുള്ള യുദ്ധം ചിലപ്പം സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇന്ന് ഇപ്പം നമ്മുടെ ഇവിടുത്തെ അലാറാമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്തിട്ട് അലാറാമൊക്കെ ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പം യുദ്ധം എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം പറയാനൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ ഇസ്രായേൽ വന്നിട്ട് 2 വർഷമായി. 5-6 മാസം കഴിയുമ്പോൾ നാട്ടിൽ വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു. നോക്കട്ടെ എന്താ എങ്ങനെയാണ് ഗതികേടെന്നൊക്കെ. ഭരണാറി വിജയം ഭരണത്തിൽ നിന്ന് പുറത്തു പോയാൽ നാട്ടിൽ നിന്ന് വരണമെന്നുണ്ട്. എനിക്ക് എൻ്റെ ഭരണത്തിൽ നാട്ടിലോട്ട് വരാൻ താല്പര്യമില്ല. ഒരു പറഞ്ഞു. അപ്പോൾ അത്രയൊക്കെയാണ് ഇപ്പോൾ ഇസ്രായേലിൽ നമ്മുടെ വിശേഷങ്ങൾ. അടിപൊളിയായിട്ട് പോകും. ഈ ഡിസംബർ മാസം 18-ാം തീയതി ആയപ്പോൾ ഇവിടെ വന്നിട്ട് 2 വർഷം പൂർത്തീകരിച്ചു. അപ്പം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നാട്ടിൽ വരുമ്പോൾ വീണ്ടും കണ്ടുമുട്ടാമെന്നുള്ള പ്രതീക്ഷയോടെ നമ്മുടെ